ദൈവം ഒരിക്കലും പറയുന്നില്ല ഐ എം സോറി ഐ ഹാവ് സംതിങ് എൽസ് ടു ഡു എന്ന് കർത്താവ് ഒരിക്കലും പറയുന്നില്ല. ഇഫ് യു ആർ റെഡി ടു സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്, ഹി ഈസ് റെഡി ടു സിറ്റ് വിത്ത് യു ഫോർ 24 hours a day. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഹറീഡായിട്ട് ഒരു ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റിൽ പോയി കാറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ കയറിയിരുന്ന് 2 വാക്ക് പറഞ്ഞു പോകുന്നതല്ല പ്രാർത്ഥന. ഇറ്റ് ഈസ് ആൻ അൺഹറീഡ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിയനാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും? ഫീലിങ്ങിനപ്പുറത്ത് നമ്മുടെ വൊളീഷനെ നമ്മൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അത് ഞാൻ കളയത്തില്ല എന്നുള്ള ഭയങ്കര ഒരു ബോധ്യം നമുക്കുണ്ടായാലേ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് മിയർലി ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ട്രാൻസിയന്റ് മൂഡ് ഓഫ് ഡിപ്പെൻഡൻസ് ഓർ ലോൺലിനെസ്, ബട്ട് ദ കൺസിസ്റ്റന്റ് ക്രൈ ഓഫ് വൺ ഹു സീക്സ് ടു പെർസീവ് ആൻഡ് എക്സ്പ്രസ് ദി അൾട്ടിമേറ്റ് ബ്യൂട്ടി. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നില്ല. അത് എന്താണ് ഒരു 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 ട്രാൻസിയന്റ് മൂഡിൽ പെതിയെ ചെന്നിട്ട് എന്താണ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതല്ല. ഇറ്റ്സ് എ കൺസിസ്റ്റന്റ് ക്രൈ. തുടർമാനമായി അവന്റെ സൗന്ദര്യം കാണുവാനുള്ള മോഹത്തിൽ നിരന്തരം കരഞ്ഞുകൊണ്ട് അവന്റെ സാന്നിധ്യത്തിന്റെ നിറവ് ലഭിക്കുന്നതുവരെയും അവനിൽ നിന്ന് പിന്മാറാതെ നോക്കിയിരിക്കുന്നതാണ് റിയൽ പ്രയർ എന്ന് പറയുന്നത്. സോ നെവർ ഗോ ആഫ്റ്റർ യുവർ ഫീലിങ്സ്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഇന്നൊരു മൂഡില്ല എന്ന് പറയുന്നതല്ല. പല ദിവസവും നമുക്ക് മൂഡ് കാണത്തില്ല. ആൻഡ് സംടൈംസ് വി ഫീൽ ഗോഡ് ഈസ് മില്യൺ മൈൽസ് അവേ. ദൈവം ഇന്ന് രാവിലെ എണീറ്റിട്ട് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഒരേ വേദോസം വായിക്കണമെന്ന് ആഗ്രഹിച്ചു, എനിക്ക് വായിക്കാനേ പറ്റിയില്ല. എനിക്ക് ഇപ്പോഴും വായിക്കാനുള്ളൊരു മൂഡില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. സി, ദിസ് ഈസ് അവർ ഫീലിംഗ്. സംടൈംസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മുടെ ഫീലിംഗിന്റെ തലത്തിലുള്ള റിയാലിറ്റിയാണ്. പക്ഷേ ഈവൻ വെൻ യു ഫീൽ ഗോഡ് ഈസ് മില്യൺ മൈൽസ് അവേ, ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി. ഗോഡ് ഈസ് ദേർ. ദൈവം 1000 മൈലുകൾക്ക് അപ്പുറത്താണെന്ന് തോന്നുമ്പോൾ ദൈവം 1000 മൈലുകൾക്ക് അപ്പുറത്തല്ല. നമ്മുടെ ഒരു തോന്നല. ദൈവം എവിടെ തന്നെ ഉണ്ട്? നിന്റെ ശ്വാസത്തിനും അടുത്ത് ദൈവം നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട് എന്നുള്ള റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. ഫീലിംഗിനപ്പുറത്ത് വില്ലിന്റെ തലത്തിലേക്ക്, വൊളീഷിന്റെ തലത്തിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സമയത്തെ അപഹരിക്കുന്നതായ ഇൻഡിസിപ്ലിൻ മാറ്റി ഫീലിംഗിന്റെ ലോകത്ത് നിന്ന് മാറി ബോധപൂർവമായി വൊളീഷന്റെ തലത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുന്ന ഒരു സ്റ്റേജ്. ഇനി അടുത്തതായിട്ട് ദ തേർഡ് ഹിൻഡ്രൻസ് ഫോർ prayer in our practical living, it is our view of God. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. എങ്ങനെയുള്ളവനാണ് ദൈവം എന്നുള്ള കാഴ്ചപ്പാട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൈവത്തെക്കുറിച്ച് പലരും പല രീതിയിലാണ് കാണുന്നത്. ആ ദൈവത്തെക്കുറിച്ചുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം മാറിക്കൊണ്ടിരിക്കും. Somebody said we have made different hats for God. ദൈവത്തിന് നമ്മൾ വ്യത്യസ്തമായ ഹാറ്റുകൾ പണിത് കൊടുത്തിരിക്കുകയാണ്. തൊപ്പി ചിലർ പണിത് കൊടുത്തിരിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ തൊപ്പിയാണ്. പോലീസുകാരൻ്റെ തൊപ്പിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ കാണുന്ന ഒരു പോലീസുകാരനെ പോലെയാണ്. നമ്മളെ ഇങ്ങനെ അടിക്കാനും പിടിക്കാനും ഒക്കെ നോക്കിയിരിക്കുന്ന ഒരു പോലീസുകാരൻ. എന്താ പ്രശ്നം? അങ്ങനെ ഒരു തൊപ്പി തയ്പ്പിച്ചു കൊടുത്താൽ പിന്നീട് നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കത്തില്ല, കാണാതെ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ ദൈവം നമ്മളെ കൊല്ലാനും തിന്നാനും ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കുറവുകളും നോക്കി കണക്ക് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്ന, ഫൈൻ അടിക്കുന്ന, ടിക്കറ്റ് തരുന്ന ഒരു ആളായിട്ട് ദൈവത്തെ കാണുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ കാണാനായിട്ടുള്ള ഒരു ആഭിമുഖ്യം നമുക്ക് ഉണ്ടാകത്തില്ല. ബട്ട് അവർ ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മളെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയിരിക്കുന്ന ഒരാളല്ല. അവർ ഗോഡ് ഈസ് എ ഗ്രേഷ്യസ് ഗാഡ്. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? കൃപാലുവായ ഒരു ദൈവമാണ്. നമ്മളെ സഹായിക്കാതിരിക്കാൻ നോക്കുന്ന ദൈവമല്ല, എങ്ങനെയും നമ്മളെ സഹായിക്കാൻ നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അവർ വ്യൂ ഓഫ് ഗാഡ്, അത് നമ്മളുടെ ഒരു വലിയൊരു ഹിൻഡ്രൻസ് ആണ്. അവർ ഗാഡ് ഈസ് എ ഗ്രേഷ്യസ് ഗാഡ്. ഒത്തിരി തൊപ്പിയുടെ കാര്യം പറയാനുണ്ട്, എനിക്ക് സമയമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ചിലർ കൊടുത്തിരിക്കുന്നത് ഒരു ഡോക്ടേഴ്സ് ഹാറ്റാണ്. പോലീസുകാരുടെ തൊപ്പി വെച്ചിരിക്കുന്നവരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കഴിവെങ്കിൽ ദൈവത്തെ കാണാതിരിക്കാൻ നോക്കും. ഡോക്ടേഴ്സ് ഹാറ്റാണ് ചിലർ വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാകെപ്പാടെ പോകുന്നത് അവർക്ക് അസുഖമോ പ്രയാസങ്ങളോ വല്ലതും ഉള്ളപ്പോഴാണ്. ഡോക്ടറെ നമ്മളിപ്പോൾ എന്നും പോയി കാണത്തൊന്നുമില്ലല്ലോ. എപ്പോഴാണ് പോകുന്നത്? രോഗമുള്ളപ്പോൾ. അതുപോലെ ഹീലിംഗ് ആവശ്യമുള്ളപ്പോൾ മാത്രം കർത്താവിനെ കാണാൻ പോകുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഡോക്ടേഴ്സ് ഹാറ്റാണ്. വേറെ ചിലർ വെച്ചിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഹാറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും
നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അവിടെ ഒരു മെനു ഇതിനകത്തില്ലാത്ത ഒരു സാധനവും നിങ്ങൾക്ക് ചോദിക്കാം. ഇഫ് ഇറ്റ് ഇസ് എ 7 സ്റ്റാർ ഹോട്ടൽ യു ക്യാൻ ആസ്ക് ഈവൻ ഈ മെനുവിനകത്തില്ലായിരിക്കും. ഇല്ലാത്തൊരു കാര്യം വേണമെങ്കിലും ചോദിക്കാം. ചോദിക്കുമ്പം എക്സിക്യൂട്ടീവ് ഷെഫ് വന്നിട്ട് ഐ എം സോറി സാർ വി ഡോണ്ട് ഹാവ് ഇറ്റ് എന്ന് പറയത്തില്ല. ചിലപ്പോൾ താമസിക്കുമായിരിക്കും, എന്നാലും നിങ്ങൾ പറയുന്ന ഡിഷ് അയാൾ ഉണ്ടാക്കി തന്നിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും ചോദിച്ചു. പിന്നെ കുറച്ചു നേരം കാത്തിരിക്കണം അല്ലേ? 7 സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ ചിലപ്പം രാവിലെ ഓർഡർ ചെയ്ത ഉച്ചയ്ക്കായിരിക്കും കിട്ടുന്നത്, എന്നാലും കിട്ടും. അതുപോലെ നിങ്ങളും കുറച്ച് നാൾ ചിലപ്പം സ്വപ്നം കണ്ടുകൊണ്ടും ഗർഭം ധരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കണമായിരിക്കും, എന്നാലും നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എല്ലാം തരുന്നവനായ ഒരു ദൈവം. ഇതൊക്കെ തരുന്നില്ലയോ എന്ന് ചോദിച്ചാൽ തരുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം ഈ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തെ ഉപയോഗിക്കാനാണ് പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ദൈവം നമ്മളെ ഉപയോഗിക്കാനല്ല, നമ്മൾ ദൈവത്തെ ഉപയോഗിക്കാൻ. പക്ഷെ പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടകം ദൈവത്തെ നമുക്കെങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതല്ല, നമ്മളെ ദൈവം ഉപയോഗിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഡിസയർ, ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടതിന്, അവന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുവാനാണ് നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് പല കാര്യങ്ങൾ പറയാൻ ഉണ്ട്. ഓക്കെ, ഇവിടെ അവർ ഗാഡ് ഈസ് എ ഗ്രേഷ്യസ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മളെ സഹായിക്കാത്ത ഒരു ദൈവമാണ് എന്ന് ചിന്തിക്കരുത്. നമ്മളെ എപ്പോഴും സഹായിക്കാൻ നോക്കിയിരിക്കുന്ന ദൈവം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 32, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? തീർച്ചയായിട്ടും അവൻ ഗ്രേഷ്യസ് ആണ്. അവൻ നമ്മളോട് കരുണയുള്ളവനാണ്. അവിടെ ഭൗതിക കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് മറ്റൊന്നുമല്ല. അവിടെ നമുക്ക് ലഭിക്കുന്നതായ അവന്റെ പുത്രന്റെ സ്വരൂപത്തോടുള്ള അനുരൂപതയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. മറ്റു കാര്യങ്ങളൊന്നും അല്ല അവിടെ പറയുന്നത്. പക്ഷേ നമ്മെ ഇടയ്ക്കിട്ടേച്ചു പോകുന്നവനായ ഒരു ദൈവം അല്ല. നമ്മളോട് കരുണയുള്ളവനും ഞാൻ നിന്നെ രക്ഷിച്ചു ഇനി നീ എങ്ങനെങ്കിലും ജീവിച്ചോ എന്ന് പറയുന്നവനും അല്ല ദൈവം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഏതാണെങ്കിലും നിന്നെ പാപത്തിൽ നിന്ന് ഞാൻ വിടുവിച്ചു, ഇനിയിപ്പോൾ നീ എന്തോ വെച്ചാ ചെയ്തോ എന്നും പറയുന്നവനുമല്ല. നമ്മൾ അങ്ങെത്തുവോളം നമ്മളെ വഴി നടത്തുന്ന, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ഗ്രേഷ്യസ് ഗോഡാണ്. ഈസ് എ ഗ്രേഷ്യസ് ഗോഡ്. അവൻ നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കുവാൻ മനസ്സുള്ളവനാണ്. ദൈവം കരുണയുള്ളവനാണ്. അവനോട് നമ്മൾ ഒരു പരിധി വരെ പുറകെ നടന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നുന്ന ചില പാസേജസ് ഉണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചില പ്രത്യേകിച്ച് ഉപമകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഉപമ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്നു. അവിടെ ചോദിക്കുന്നത് 5 മുതലുള്ള വാക്യങ്ങളിൽ, പിന്നെ അവൻ ഒരുവനോട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പി കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഇവിടെ വാസ്തവത്തിൽ ഒരു ഉപമയിലൂടെ കർത്താവ് പറയാണ്, ലജ്ജ കൂടാതെ മുട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അപ്പം തരാൻ നിങ്ങളുടെ സ്നേഹിതൻ തയ്യാറാകും. അപ്പൊ സ്വാഭാവികമായി നമുക്ക് തോന്നും, അപ്പോൾ ലജ്ജ കൂടാതെ മുട്ടിച്ചാൽ കർത്താവ് നമ്മളെ സഹായിച്ചേക്കും. അതാണോ ഇതിന്റെ അർത്ഥം? അല്ല. ഇതേപോലെ തന്നെ ഒരു ഉപമയാണ് നമ്മൾ 18-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ പറയുന്നത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ പട്ടണത്തിനുണ്ടായിരുന്നു. ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു. അവൾ തന്റെ അടുക്കൽ ചെന്ന്
എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് ശ്രദ്ധിപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് വായിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം, ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ മനസ്സൊന്നും ഇല്ലെങ്കിലും പിന്നെ നമ്മൾ കിടന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ചെയ്തു തരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദൈവം ചെയ്യുമെന്നാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നതും. അങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നതും. പക്ഷെ അങ്ങനല്ല ഇതിന്റെ അർത്ഥം. ഇതൊരു പാരബിൾ എന്നതിനേക്കാൾ ഉപരി ഇറ്റ് ഈസ് എ പാരഡോക്സ് ഇൻ ദ പാരബിൾ. ഒരു പാരഡോക്സ് ആണ്. അതായത് പാരബിൾ സാധാരണ നിലയിൽ എന്താണ്? അതുപോലെ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പാരബിൾ. പാരബിളിലെ പാരഡോക്സ് അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് വിപരീതമാണ് സത്യം എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിലും അപ്പുറത്താണ് എന്ന് പറയുന്നതാണ്. ഇവിടെ ദൈവം അപ്പം കൊടുക്കാൻ മനസ്സില്ലാതെ അകത്ത് കിടക്കുന്ന സ്നേഹിതനെ പോലെയോ അനീതിയുള്ള ഈ ന്യായാധിപനെ പോലെയോ അല്ല. അനീതിയുള്ള ന്യായാധിപൻ തന്നെ ബുദ്ധിമുട്ടിച്ചാൽ ചെയ്യുമെങ്കിൽ ദൈവം അനീതിയുള്ളവനല്ലല്ലോ, അവനെ ബുദ്ധിമുട്ടിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. യു അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ ദൈവത്തെ ബുദ്ധിമുട്ടിച്ചാൽ ദൈവം വല്ലതും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യത്തില്ല. ദൈവം എന്നെ പേടിച്ച് ചെയ്യുകയാണോ? അനീതിയുള്ള ന്യായാധിപൻ ചെയ്ത് പറഞ്ഞെന്താ? ചെയ്തു കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അവൾ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം അങ്ങനെ പേടിച്ചാ, നിങ്ങളെ പേടിച്ച കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന്? അല്ല. അവിടുത്തെ അർത്ഥം ഇതാണ്: നിങ്ങൾ ലൗകികരായ ആളുകൾ ലോകത്തിൽ അനീതിയുള്ളവൻ പോലും നിരന്തരം പ്രാർത്ഥിക്കുന്ന, നിരന്തരം അപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കാര്യങ്ങളെ സാധിച്ചു കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര ജനറസ് ആയിട്ട് കൊടുക്കും. അവന്റെ ജനറോസിറ്റി അവിടെ കാണിക്കുന്നു, അല്ലാതെ അവന്റെ പിശുക്കല്ല കാണിക്കുന്നത്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്നേഹിതന്റെ അടുത്ത് ചെന്ന് നീ അവനോട് പറയുമ്പോൾ അവൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിവതും നിന്നെ ഒഴിവാക്കാൻ നോക്കിയാലും അവൻ സ്നേഹിതനായതുകൊണ്ട് നിനക്ക് എഴുന്നേറ്റ് അപ്പം തരുമെങ്കിൽ, ദൈവത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. നീ ചോദിക്കാൻ നോക്കിയിരിക്കുകയാണ് ദൈവം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതോ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതും നോക്കിയിരിക്കുകയാണ് ദൈവം. തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അതാ പറയുന്നത്. അല്ലാതെ തന്നോട് വളരെ ബുദ്ധിമുട്ടിച്ചാൽ ചിലപ്പം ദൈവം തരുമായിരിക്കും. ഒത്തിരി ബുദ്ധിമുട്ടിച്ചാൽ തരുമെന്നല്ല, ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം പോലും ഇല്ല. ഹീ ഈസ് എ ജനറസ് ഗാഡ്. അതുകൊണ്ട് ഇവിടുത്തെ പാരബിളിനകത്തുള്ള പാരഡോക്സ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇവിടെ പറയുന്ന വ്യക്തി ദൈവത്തിന് സമനല്ല, അത് മനസ്സിലാക്കണം. ഈ അനീതിയുള്ള ന്യായാധിപതിയോ അതല്ലെങ്കിൽ ഈ എണീറ്റ് വരുവാൻ മനസ്സില്ലാത്ത സ്നേഹിതനോ ദൈവത്തെ പോലെയല്ല. ഭൂമിയിലെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന, അവിടെ തന്നെ പറയുന്ന കാര്യമുണ്ടല്ലോ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ, ദോഷികളായ നിങ്ങൾ, ദൈവം നല്ല ദാനത്തെ എത്രയധികം, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവം തരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. കാര്യം അവൻ നോക്കിയിരിക്കുകയാണ്. ഇതൊന്ന് സ്വീകരിക്കാനാ, നീ ഒന്ന് ചെല്ലാനായിട്ട് അവൻ നോക്കിയിരിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്. നമ്മുടെ നല്ലതാണ്. അവിടെ പറയുന്ന വാക്ക് ഒന്നുകൂടെ പ്രസക്തമാണ്. പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ, മോശം ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയുള്ള ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ? നല്ല ദാനങ്ങൾ. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ല. മകൻ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല. കാര്യം അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മോശപ്പെട്ട നിലയിൽ കൊടുക്കാൻ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങളുടെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യത്തില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ.